ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. പൊന്മാൻ എന്ന് പറഞ്ഞിട്ട് ബേസിൽ ജോസഫിന്റെ വരാൻ പോണ ഒരു പടത്തിന്റെ മോശം പോസ്റ്റർ അതും വന്നിട്ടുണ്ട്, ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട്. ഇതെല്ലാം സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ട്രെയിലർ ഇന്നലെ 5 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ ടീസർ വന്നിട്ടുണ്ട്. വിക്കി കൗശലും ലക്ഷ്മി കമന്താനും പടത്തിലും മെയിൻ കഥാപാത്രം എത്തുന്നത്. എന്തായാലും ഡിസംബർ 6 2024 പടം പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വേറെ പോസ്റ്ററും വന്നു. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ ഹാപ്പി രക്ഷാബന്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നു. സെപ്റ്റംബർ 13 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു വാര്യർ അഭിനയിക്കുന്ന ഒരു പടമുണ്ട്. ആ പടത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇനി ഓഗസ്റ്റ് 23 എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ എന്ന് വരും എന്നുള്ള അറിയിച്ചു. പടം സെപ്റ്റംബർ 13 റിലീസാകാൻ പോകുന്നത്. പിന്നെ ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞിട്ട് ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ ആ പടത്തിന്റെ ഗ്ലിംസ് പുറത്തിറങ്ങി. പിന്നെ മണിച്ചിത്രതാഴ് എന്ന് പറഞ്ഞ പടം 2 ദിവസം കൊണ്ട് 1.10 കോടിയാണ് നേടിയിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള അറിഞ്ഞു. പിന്നെ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള പടം 4 ദിവസം കൊണ്ട് എന്നുവെച്ചാൽ ഓപ്പണിംഗ് വീക്കെൻഡ് കഴിയുമ്പോൾ 8.1 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. മൊത്തം 12 കോടിയുടെ മുകളിലേക്ക് കിട്ടിയിട്ടുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം പുറത്തിറങ്ങിയായിരുന്നു നുണക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള പടം ബേസിൽ ജോസഫിന്റെ. അത് കേരളത്തിൽ നിന്ന് 6 കോടിയുടെ മുകളിലേക്ക് നേടിയിട്ടുണ്ട്. വേൾഡ് വൈഡ് 12 കോടിക്ക് മുകളിൽ അതും നേടിയിട്ടുണ്ട്. വാഴ എന്ന് പറഞ്ഞ പടം പിന്നെ കേരളത്തിന് പുറത്ത് വലിയ വൈഡ് റിലീസൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കളക്ഷനിൽ വ്യത്യാസം വരാൻ കാരണം. പിന്നെ തങ്കല എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് നല്ല റിവ്യൂസൊക്കെ കിട്ടിയിരുന്നു. എന്തായാലും പടം ഇപ്പോൾ 68 കോടി വേൾഡ് വൈഡ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും 100 കോടിക്കുള്ള പോക്ക് തന്നെയാണ്. പിന്നെ ആ പടത്തിലത്തെ മിനിക്കി എന്ന് പറഞ്ഞ പാട്ടിന്റെ വീഡിയോസ് പുറത്തിറങ്ങി. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിന്റെ വെപ്പൺ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിന് പൊതുവെ എനിക്ക് പ്രതീക്ഷയില്ല. ഇതിന്റെ ടീച്ചർ ട്രെയിലറോ അങ്ങനെ എന്തോ വന്നിരുന്നു. അതിലും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തായാലും താഴെ കമന്റ് ചെയ്യാം. പിന്നെ ജോമോൻ ജ്യോതിർ എന്ന് പറഞ്ഞ ആള് അഭിനയിക്കാൻ പോകുന്ന ഭീകരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പോസ്റ്റ് വന്നു. ഇയാളെന്ന് പറഞ്ഞാൽ വാഴ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ഒരാൾ തന്നെയാണ്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിന്റെ OTT റേറ്റ്സ് 375 കോടിക്കാണ് വിറ്റ് പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ തുകക്കാണ് വിറ്റ് പോയിട്ടുള്ളത്. ഹിന്ദിയിലത്തെ നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിട്ടുള്ളത് 175 കോടിക്ക്. ബാക്കിയുള്ള 4 ലാംഗ്വേജസ് തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഈ ഭാഷകളൊക്കെ എടുത്തിട്ടുള്ള ആമസോൺ പ്രൈമാണ്. അത് 200 കോടിക്കാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം 375 കോടിക്കാണ് എടുത്തിട്ടുള്ളത്. 22 അതിൻ്റെ OTT റിലീസ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മാറ്റമില്ല, അത് കൺഫേംഡ് ആണ്. പിന്നെ തൽവർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നു. പിന്നെ ശരിപ്പോതെ ശനിവാരം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 29 പടം റിലീസാകാൻ പോകുന്നത്. ട്രെയിലർ എനിക്ക് ഗംഭീരമായിട്ടാണ് തോന്നിയത്. എന്തായാലും ആ പടത്തിൻ്റെ 10 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആൻ്റണി വർഗീസ് പെപ്പെ ആൾ അഭിനയിക്കുന്ന ദാവീദ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ റാപ്പായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നേരെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പടം നല്ല ഹിറ്റായ പടമാണ്. ജീത്തു ജോസഫ് എടുത്ത പടമായിരുന്നു. എന്തായാലും ആ പടത്തിന് ശേഷം അതിൻ്റെ 2ാം ഭാഗം നേരെ 2 വരും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ജീത്തു ജോസഫിനെ നുണക്കോഴിയുടെ ഒരു പ്രൊമോഷൻ ഇവൻറ്റിലൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോൾ വരും എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോഹൻലാലിൻ്റെ ബറോസ് എന്ന് പറഞ്ഞ പടം സെപ്റ്റംബർ 13 മാറ്റിയിട്ട് വേറെ ദിവസത്തിലേക്ക് ആക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ഒക്ടോബർ 10 എന്നുള്ളത്. അത് മാറ്റിയിട്ട് ഒക്ടോബർ 3 ആവും എന്നുള്ളതും പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 3 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ഈ പടത്തിന് ശേഷം ഒക്ടോബർ 10 വരാൻ പോകുന്ന പടമാണ് കങ്കു എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്തായാലും അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തമിഴ്നാട് എല്ലാ തിയേറ്ററിലും കാണിക്കണമുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഒപ്പം ഒരു ക്ലാഷ് റിലീസിനായിട്ട് വേട്ടയാൻ വരികയാണ്. എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പടം. ഫഹദ് ഫാസിലിൻ്റെ ഇതിൽ, അമിതാഭ് ബച്ചൻ്റെ ഇതിൽ, മഞ്ജു വാര്യരുണ്ട്. അങ്ങനെ കുറേ കാസ്റ്റ് വരുന്ന ഒരു പടമാണ്. എന്തായാലും ഈ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ 10. എന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം ക്ലാഷ് റിലീസ് എന്നുള്ള രീതിയിൽ. ക്ലാഷ് റിലീസ് എന്ന് പറയുമ്പോൾ രണ്ടും നല്ല അഭിപ്രായമാണെങ്കിൽ രണ്ടും വിജയിച്ചു പോകും. പക്ഷേ കൂടുതൽ ആൾക്കാർ എപ്പോഴും രജനീകാന്തിൻ്റെ പടത്തിനാണ് വരാറ്. അപ്പോൾ സ്ക്രീൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട് കങ്കുവക്കൊക്കെ. കങ്കുവ എന്ന് വെച്ചാൽ കുറേ ലാംഗ്വേജിൽ ഇറങ്ങുന്ന പടമാണ്, ഹൈ ബഡ്ജറ്റുള്ള പടമാണ്. അപ്പോൾ അതിൻ്റേതായ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ റെഡി ആവത്തുള്ളൂ. രണ്ടിനും ഒരേപോലെ സ്ക്രീൻ കിട്ടിക്കൊണ്ട് നല്ല വിജയമാവട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്ററിൽ അടിയിൽ വി വാണ്ട് ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ ബോർഡൊക്കെ പിടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. പിന്നെ രജനീകാന്ത് ഇതിൽ പോലീസ് വേഷത്തിലാണ് നിൽക്കുന്നത്. ഒക്ടോബർ 10 2 പടം. പിന്നെ ഒരു 3ാമത്തെ പടം എന്ന് പറയുന്നത് അമൽ നീരദിൻ്റെ പടമായിട്ടാണ് പറയുന്നത്, ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒക്ടോബർ 10 വരും എന്നുള്ള കേൾക്കുന്നത്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതും ഉണ്ടാവും. പിന്നെ ലോകസിംഹരാജ് ഇനി ഒരു പടം എടുക്കാൻ പോകുന്നതിൽ ഒരു ഹിന്ദി പടം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അമീർ ഖാനെ വെച്ചിട്ട് ആൾ പടം എടുക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരു പാൻ ഇന്ത്യ ഫിലിം ആയിരിക്കും. അത് മൈത്രി മൂവി മേക്കേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും വരികയാണെങ്കിൽ നല്ലതായിരിക്കും, വെയിറ്റ് ചെയ്യാം. പിന്നെ പ്രഭാസിന്റെ ഒരു പടം അനുരാഗപുടി എന്ന് വെച്ചാൽ സീതാരാമൻ എടുത്ത ആള് എടുക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂജ നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഒക്കെ വരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അനുരാഗപുടി പ്രഭാസ് പടം അപ്പോൾ ഓണായിരിക്കുകയാണ്. പിന്നെ തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പടം, അതിൻ്റെ ട്രെയിലർ വരെ എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. തലപതി അതിൻ്റെ ഇളയ തലപതി ആർ ഔട്ട് നൗ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു ഇംഗ്ലീഷ് ട്രെയിലർ പോലെയാണ് അവർ ഇറക്കി വിട്ടിട്ടുള്ളത്.
4 മണിക്കൂർ കൊണ്ട് 1 മില്യൺ പ്ലസ് ലൈക്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 35 മില്യണിലും കൂടുതൽ വ്യൂസാണ് 24 മണിക്കൂർ കൊണ്ട് നേടിയിട്ടുള്ളത്. എല്ലാ ലാംഗ്വേജിലും കൂടിയിട്ട് ഇപ്പോൾ 40 മില്യൺ പ്ലസ് വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ 40 മില്യൺ പ്ലസ് വ്യൂസിൻ്റെ കാണിക്കുന്ന ഈ പോസ്റ്റ് ഒരു മുന്നേ ഇറക്കിയിട്ട പോസ്റ്റാണ്, ട്രെയിലർ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ അത് ഗ്ലാസ് അല്ലെങ്കിൽ ആ ഗ്ലാസ് പറിച്ചെടുക്കാനുള്ള സംഭവം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ട്രെയിലറിൽ ഒരു ഷോട്ടിൽ കാണിക്കുന്നുണ്ട് ഗ്ലാസ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഗ്ലാസ്സാണ് ആളുടെ കയ്യിലുള്ളത്. പിന്നെ ട്രെയിലറിൽ കുറേ റെഫറൻസൊക്കെ വെച്ചിട്ടുണ്ട്. മൻകാത്തയുടെ റെഫറൻസ് വെച്ചിട്ടുണ്ട്. അതേമാതിരി ലാസ്റ്റ് ഗില്ലിയുടെ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐ ആം വെയിറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആ ഗില്ലി റെഫറൻസിൻ്റെ ആ ഭാഗത്ത് ഹിന്ദി ട്രെയിലറിൽ വേറെ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഹിന്ദി ഓഡിയൻസിന് ചിലപ്പോൾ ഗില്ലിയുടെ റെഫറൻസ് മനസ്സിലാവുന്നുണ്ടാവില്ല എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ടുള്ളതായിരിക്കണം. ഒരു മിഷൻ ഇമ്പോസിബിളിൻ്റെ ട്യൂണൊക്കെ ഇട്ടുള്ളൊരു സംഭവമാണ്. അതെന്തായാലും നന്നായി തോന്നി. കാണാത്തവരുടെ കണ്ടൊക്കെ ഞാൻ ഇന്നാണ് അറിഞ്ഞത്. എന്തായാലും അത് പറഞ്ഞെന്നുള്ളൂ. പിന്നെയൊക്കെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ ഒരു ടൈറ്റിൽ കാർഡ് പോലത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് വിജയുടെ എന്നല്ല, ഇതിൽ കാണിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള ടൈറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ പടത്തിലേക്ക് വരുമ്പോൾ മാറിയിട്ട് തലപതി വിജയുടെ ഇതിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഏതൊക്കെ പടത്തിലത്തെ എന്നുള്ള ഒരു പോസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. അഹിംസ എൻ്റർടൈൻമെൻറ്റ് പുറത്തുവിട്ടിട്ടുള്ളതാണ്. എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 25 പടത്തിലത്തേതാണ് കാണിച്ചിട്ടുള്ളത്. ഗംഭീരമായി തോന്നി. പിന്നെ മ്യൂസിക് കാര്യങ്ങൾ അത്ര സെറ്റപ്പായി തോന്നിയില്ല. മറ്റേ ഗ്ലിംസിലുണ്ടായിരുന്ന അതേപോലത്തെ ഒരു മ്യൂസിക് തന്നെയാണ്. ബാക്കി DIGയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. മറ്റേ പാട്ടിൽ വന്നപ്പോൾ കുറേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തേൽ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ഈ പടം നോർത്ത് അമേരിക്കയിൽ റിലീസിന് എത്തിക്കുന്ന അംസിനി എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ നോർവേയിലുള്ള ടിക്കറ്റ് ബുക്കിങ്ങിൽ അഡ്മിഷൻസ് ഓപ്പണിംഗ് ഡേയിൽ 1160 കൂടുതലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേയിൽ. വീക്കെൻഡിൽ 2160 കൂടുതലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 5-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സൺഡേ കഴിയുന്ന ദിവസം വരെയുള്ള റിപ്പോർട്ടാണത്. എന്തായാലും ഭയങ്കര ബുക്കിംഗ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ ട്രെയിലർ തമിഴ്നാട്ടിലുള്ളതും കേരളത്തിലുള്ളതും സ്ക്രീനിലൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സ്ക്രീനിങ്ങിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത തിയേറ്ററിലൊന്നും പോയിട്ടില്ല. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വരാൻ പോകുന്ന പടമാണ് സെപ്റ്റംബർ 7-ാം തീയതി ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ പടം. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പടം സെപ്റ്റംബർ 7-ൽ നിന്ന് മാറിയിട്ട് വേറെ ഏതൊന്നും ദിവസത്തേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ടീമിൻ്റെ ഭാഗത്തുനിന്ന് കൺഫർമേഷനൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.